എത്തിച്ചേർന്ന AP ശ്രീകുമാർ സാറിനെ ഞാൻ ആദ്യമേ സ്വാഗതം ചെയ്യുകയാണ്. ഗ്രാമീണ വായനശാലയുടെ പ്രസിഡന്റ് KP ഉമാശങ്കരേട്ടൻ ഈ പരിപാടിയുടെ അധ്യക്ഷനായി അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ പിറന്നാൾ ആഘോഷത്തിന് എത്തിച്ചേർന്ന എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് രണ്ട് വാക്ക് സംസാരിക്കുന്നതായി ഉമാശങ്കരേട്ടനെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നമുക്കേവർക്കും സ്വാഗതം ആശംസിച്ച ഗ്രാമീണ വായനശാലയുടെ സെക്രട്ടറി ശ്രീ ബാബു പരശുറാം, പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന AP ശ്രീകുമാർ, അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം ഇതിനു മുമ്പ് കേട്ട ആളുകൾക്കറിയാം. നമ്മുടെ നാട്ടിൽ തൊട്ടടുത്ത വില്ലേജ് ഓഫീസിൽ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന ശ്രീകുമാരേട്ടൻ നല്ല കഴിവുറ്റ ഒരു അനുസ്മരണ പ്രഭാഷണമൊക്കെ നടത്തുന്നതിന് യോഗ്യനായ ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് ഗ്രാമീണ വായനശാലയുടെ പ്രതിമാസ പരിപാടിയുടെ ഭാഗമായി പ്രേം നസീറിൻ്റെ 100ാം ജന്മദിനവും ആയി ബന്ധപ്പെട്ട ഒരു പരിപാടി സംഘടിപ്പിക്കണമെന്ന് വായനശാല കമ്മിറ്റി ആലോചിച്ചു. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വിവിധ തിരക്കുകൾ അതുമൂലം നിശ്ചയിച്ച തീയതിയിൽ നടത്താൻ കഴിയാതെ പോയി. പിന്നീട് മാറ്റിവെച്ച ഒരു ദിവസമാണ് ഇന്ന്. പുതിയ തലമുറക്ക് പ്രേം നസീർ എന്ന ആ അതുല്യ കലാകാരനെ സംബന്ധിച്ചപ്പോൾ എത്ര കണ്ട് അറിയും അല്ലെങ്കിൽ അവരുടെ ഓർമ്മയിലുണ്ടാകും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ കാലത്തിന് മാക്കാൻ കഴിയാത്ത ഒരു അഭിനയ പ്രതിഭ തന്നെയാണ് പ്രേം നസീർ. കാരണം ഇന്ന് സിനിമയിൽ കാണുന്ന മോഡേൺ ടെക്നോളജിയുടെയോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയോ ഒന്നും തന്നെ യാതൊരു ഇടപെടലുമില്ലാത്ത കാലത്ത് ഇന്ന് അതിലൂടെ പ്രേക്ഷകരെ കാണിക്കുന്ന തരത്തിലേക്ക് മുഖഭാവം കൊണ്ടും ശരീരഭാഷ കൊണ്ടും അത് അന്ന് സ്വായത്തമാക്കിയ ഒരാളാണ്. മാത്രമല്ല, ആ പഴയ കാലത്ത് പാടത്തും പറമ്പത്തും എല്ലാം ജോലിയെടുത്ത് കഠിനാധ്വാനത്തിന് ശേഷം അവനൊരു സിനിമ കാണുക, അതൊരു നസീറിൻ്റെ സിനിമ കാണുക എന്നത് ഒരു വലിയ സംഭവം പോലെയായി. ഇന്ന് സിനിമക്ക് വിലയില്ല. കാരണം 6 മണി മുതൽ രാത്രി 3 മണി വരെ, പുലർച്ചെ 3 മണി വരെ ഇന്ന് സിനിമകൾ കാണാനുള്ള സാഹചര്യം ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട്. മുമ്പതല്ല, പ്രേം നസീറിൻ്റെ ഒരു സിനിമക്ക് പോവുക എന്ന് പറഞ്ഞാൽ തന്നെ കുടുംബത്തിലൊരു ചർച്ചയാണ്. ചിലപ്പോൾ 3-4 ദിവസം പ്ലാൻ ചെയ്തിട്ടൊക്കെയാണ് സാധാരണക്കാർ സിനിമക്ക് പോകാറ്. എന്നാൽ ഈ കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് യോഗത്തിൻ്റെ അധ്യക്ഷത വഹിച്ച പ്രിയപ്പെട്ട ശ്രീ ഉമാശങ്കർ വായനശാല പ്രസിഡന്റ്, സ്വാഗതം ആശംസിച്ച ശ്രീ ബാബു, മറ്റു പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങളെ, തിരുവല്ലാമല വായനശാലയുടെ തിരുമുറ്റത്ത് ഞാനിത് 2ാമത്തെ തവണയാണ് നിൽക്കുന്നത്. കഴിഞ്ഞ തവണ ഞാൻ നമ്മുടെ ഈ കൊച്ചു കേരളത്തെ, നമ്മുടെ ഗാനശാഖയെ നിത്യസുന്ദരമായ ഭൂലോകവാടിയുടെ ഉദ്യാനപാലകനായ P. ഭാസ്കരനെയും വയലാറിനെയും അനുസ്മരിക്കാനായിട്ടാണ് ഇവിടെ വന്നത്. നിങ്ങൾ ഈ അനുസ്മരണം ആഗ്രഹിക്കുകയും കേൾക്കുകയും ആസ്വദിക്കുകയും ചെയ്തു എന്നറിഞ്ഞത് തന്നെ വലിയ സന്തോഷം. ഇപ്പം മറ്റൊരവസരത്തിൽ അതുപോലെ തന്നെ മലയാളത്തിൽ പ്രിയപ്പെട്ട നിത്യതാരകമായിരിക്കുന്ന, നിത്യവസന്തമായിരിക്കുന്ന പ്രിയപ്പെട്ട പ്രേം നസീറിനെ അനുസ്മരിക്കുന്നതിനാണ് നമ്മളിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. വിശ്വമഹാകവി കാളിദാസിനെ പറ്റിയിട്ട്
മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി ചങ്ങമ്പുഴ ഒരു കവിത എഴുതിയിട്ടുണ്ട്. കാളിദാസനെ പറ്റി കവിത എഴുതാത്ത ആരും ഉണ്ടാവില്ല എന്ന് വേണമെങ്കിൽ പറയാം. ആ കവിത ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ഇങ്ങനെയാണ്: വിസ്മയമാകവേ വിശ്വമഹാകവേ, വിഖ്യാതി കൊണ്ടു ജയക്കൊടി നാട്ടി നീ, നിന്നുദയത്തിനു ശേഷം ശതാബ്ദങ്ങൾ ഒന്നല്ല അനേകം കഴിഞ്ഞു പോയെങ്കിലും നിത്യസ്മൃതിയുടെ ചക്രവാളാന്തത്തിൽ നിൽക്കുന്നു വാടാത്ത നക്ഷത്രമായി നീ എന്നാണ്. ഈ ചങ്ങമ്പുഴയ്ക്ക് ഒരു രണ്ടാം ജന്മമുണ്ടാകുമായിരുന്നെങ്കിൽ, രണ്ടാമതും അദ്ദേഹം ഒരു കവിയായി ജനിച്ചിരുന്നെങ്കിൽ, ഒരു കവിത എഴുതിയിരുന്നെങ്കിൽ, അദ്ദേഹം ഈ കവിത എഴുതാൻ പോകുന്നത് പ്രേം നസീറിനെ പറ്റിയായിരിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ ജനനം കഴിഞ്ഞ് ഒരു 100 വർഷങ്ങൾ കഴിഞ്ഞു. അദ്ദേഹം നമ്മളെ വിട്ട് ഏതാണ്ട് 4 പതിറ്റാണ്ടുകളോളമായി. പക്ഷേ അദ്ദേഹം സൃഷ്ടിച്ച പരശതം കഥാപാത്രങ്ങൾ കവിയായും കാമുകനായും അഭിഭാഷകനായും അധ്യാപകനായും ഒക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധ വേഷങ്ങളിലുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മൾ പ്രണയിനികളാവുമ്പോൾ നസീറിൻ്റെ ഒരു പാട്ട് വരും, വിരഹിയാവുമ്പോഴും ഒരു നസീറിൻ്റെ പാട്ട് വരും. അതുകൊണ്ട് പ്രേം നസീർ ഒരു വിസ്മയമാണ്. ഈ വിസ്മയം എന്നുള്ളൊരു വാക്ക് വന്നപ്പോൾ എനിക്ക് വേറൊരു കാര്യമാണ് ഓർമ്മ വന്നത്. ചിലപ്പോഴൊക്കെ ഞാൻ വിഷയത്തിൽ നിന്ന് വഴിമാറി പോവുകയാണ്. 2026 നമ്മൾ ഏറ്റവും അധികം കേട്ടിട്ടുള്ള ഒരു വാക്ക് വിസ്മയമാണ്. പ്രത്യേകിച്ച് രാഷ്ട്രീയമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റും എന്ന നിലയ്ക്ക് ഏറ്റവും അധികം കേട്ടിട്ടുള്ള വാക്ക് വിസ്മയമാണ്. ഒരു കക്ഷിക്ക് വേണ്ടി തൻ്റെ ജീവിതം അത്രയും ഒഴിഞ്ഞു വെച്ച ഒരാൾ പെട്ടെന്ന് ഒരു പദവിക്ക് വേണ്ടി തനിക്കിനി ഇവിടെ ഒരു സ്ഥാനമില്ല എന്ന് തോന്നുമ്പോൾ അടുത്ത കക്ഷിയിലേക്ക് പോകുന്നു. എ എന്ന് പറയുന്ന കക്ഷിയിൽ നിന്ന് അയാൾ ബി എന്ന കക്ഷിയിലേക്ക് ചാടും. ബിയിൽ നിന്നും സിയിലേക്കും സിയിൽ നിന്ന് എയിലേക്കും ഇങ്ങനെ ഒരു ത്രികോണ നിർമ്മിതി പോലെ ചാടിക്കൊണ്ടേയിരിക്കും. ഈ ചാട്ടത്തിന് 2026 കൊടുത്തിട്ടുള്ള പേര് വിസ്മയം എന്നാണ്. പ്രേം നസീറിൻ്റെ വിസ്മയവും 2026 വിസ്മയങ്ങളും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. ഈ വിസ്മയത്തിന് അതിനും നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇന്ന് കണ്ട ഇപ്പോൾ ഏറ്റവും ഒടുക്കം ഞാൻ പറഞ്ഞ വിസ്മയത്തിന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് പൂന്താനം മനോഹരമായ ഒരു നിർവചനം കൊടുത്തിട്ടുണ്ട്. നസീറിനെ അനുസ്മരിക്കാൻ വന്ന ആളെന്താ പൂന്താനത്തെ അനുസ്മരിക്കണമെന്ന് വിചാരിക്കേണ്ട. പൂന്താനത്തെ ഏതെങ്കിലും ഒരു ദിവസം അനുസ്മരിക്കേണ്ടതല്ല. നസീറിനെ അനുസ്മരിക്കുമ്പോൾ പൂന്താനവും വരാം. ഒരൊറ്റ മരത്തിൻ്റെ കഥ പറഞ്ഞാൽ ഒരു കാടിൻ്റെ കഥയാവില്ലല്ലോ. അതുകൊണ്ട് പൂന്താനം ഇതിനെ നിർവചിച്ചിരിക്കുന്നത് 2 വരികളിലാണ്. സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു നാണം കെട്ടു നടക്കുന്നിതു ചിലർ. ഇന്നത്തെ വിസ്മയവും അന്നത്തെ വിസ്മയവുമാണ് അല്ലേ? പൂന്താനം നമുക്ക് അങ്ങനെയാണ്, വളരെ ലളിതമായിട്ടാണ്. പൂന്താനത്തെ നമ്മൾ ഇപ്പോഴും പാഠപുസ്തകങ്ങളിൽ പഠിക്കുന്നത് ഭക്തകവി എന്നാണ്. മനുഷ്യജീവിതത്തിൻ്റെ സത്യസന്ധമായ തത്വോപനിഷത്തുകൾ വിശദീകരിച്ച ഒരു കവി എന്ന നിലയ്ക്ക്, ഏറ്റവും മികച്ച തത്വചിന്തകനായ കവി എന്ന നിലയ്ക്കാണ് നമ്മൾ ചിന്തിക്കേണ്ടതും വിചാരിക്കേണ്ടതും പുകഴ്ത്തേണ്ടതും ആസ്വദിക്കേണ്ടതും അറിയേണ്ടതും എന്നാണ് എൻ്റെ അഭിപ്രായം. ജീവിതത്തിൻ്റെ ഏറ്റവും മനോഹരമായ പ്രഹേളികകളെയൊക്കെ, ജീവിതത്തിൻ്റെ ഏറ്റവും മനോഹരമായ സന്ദർഭങ്ങളെയൊക്കെ അത്രയും നിസ്സാരമായിട്ടാണ് നമ്മൾ പറഞ്ഞത്. പക്ഷെ നമുക്കൊരു കുഴപ്പമുണ്ട്, പച്ചയ്ക്ക് പറഞ്ഞാൽ നമുക്കത് ദഹിക്കില്ല അല്ലേ? കുറച്ച് കടുപ്പത്തിൽ പറഞ്ഞാലാണ് എന്ത് ചെയ്യുക, നമ്മുടെ ജീവിതം നമുക്ക് ഇഷ്ടമാവുക. പ്രത്യേകിച്ച് അത് സംസ്കൃതത്തിലാണ്. പൂന്താനത്തെ പറ്റിയിട്ട് നിങ്ങൾ തന്നെ വള്ളത്തോളിൻ്റെ കവിതയിൽ തന്നെ അങ്ങനെയാണ് പറഞ്ഞത് അല്ലേ? പൂന്തേനം പല കാവ്യങ്ങൾ കണ്ണനു നിവേദിച്ച പൂന്താനം ജ്ഞാനപ്പാന പാടിയ പുംസ്കോകിലം എന്നാണ്. പക്ഷെ ആ പൂന്താനവും മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞത് ഉണ്ടൊരു കൃതി അല്ല വികൃതി പച്ചയാണിതെന്നാലും പട്ടേരി നോക്കി തന്നേ പന്തിയാവുള്ളൂ എന്നാണ്. മലയാളത്തിനെ അന്ന് പൂന്താനം പോലും വിശേഷിപ്പിച്ചത് പച്ച എന്നാണ്. മലയാളത്തിൻ്റെ അല്ലെങ്കിൽ ഈ സൗകുമാര്യങ്ങളെ ഏറ്റവും ലളിതമായിട്ടാണ് നീ കാണുന്ന ഈ ചാഞ്ചാട്ടങ്ങളെ അദ്ദേഹം മനോഹരമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലേ?
ചഞ്ചലാക്ഷിമാർ വീടുകളിൽ പൊക്കൂ, കുഞ്ചിരാമനായി ആടുന്നിതു ചിലർ, കോവിലകങ്ങളിൽ പൊക്കൂ, സേവകരായി ആടുന്നിതു ചിലർ എന്ന്. എത്ര ലളിതമായിട്ടുള്ള ഒരു ആവിഷ്കാരമാണ്. അത് ശങ്കരാചാര്യരൊക്കെ കുറച്ച് കടുപ്പാണ് പറഞ്ഞത് അല്ലേ. ജഡലി മുണ്ടിയിലും ചിതകേശ കാഷായാംബര ബഹുകൃതവേഷ പശ്യന്നപിജന പശ്യതി മൂഢ ഉദരനിമിത്തം ബഹുകൃതവേഷം. ഇത്ര വേഗമാണ്, അതിനേക്കാൾ ഇത്ര എളുപ്പമാണ്. ചഞ്ചലാക്ഷിമാർ വീടുകളിൽ പൊക്കു, കുഞ്ചിരാമനായി ആടുന്നിതെന്നും കോവിലകങ്ങളിൽ പൊക്കാൻ സേവകരായിട്ട് ആടുന്നു ചിലർ എന്നുള്ളത്. ആ വിസ്മയങ്ങളല്ല ഞാൻ പറഞ്ഞു വന്നത്. പ്രേം നസീർ വിഷയത്തിലേക്ക് തന്നെ ഞാൻ തിരിച്ചു വരികയാണ്. ജീവിതത്തിൽ നമ്മൾ കുറച്ചുകൂടി അത്രയും മനോഹരമായി ആസ്വദിക്കാനും കഴിയാവുന്ന വിധത്തിൽ നിർവചിച്ചു പോയി എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ഞാൻ അദ്ദേഹത്തെ പറഞ്ഞത്. കാരണം ഇപ്പോൾ ലോകത്തെ വിശ്വമഹാകവി എന്ന് നമ്മളൊക്കെ വിശേഷിപ്പിച്ചും പറഞ്ഞും അറിയപ്പെടുന്നതുമൊക്കെ ഷേക്സ്പിയറാണ്. ഷേക്സ്പിയറാണ് ജീവിതത്തെ ഏറ്റവും കഠിനമായി നിർവചിച്ചത് അല്ലേ. ലൈഫ് ഈസ് എ ടെയിൽ ടോൾഡ് ബൈ ആൻ ഇഡിയറ്റ് വിത്ത് ഫുൾ ഓഫ് സൗണ്ട്സ് ആൻഡ് ഫ്യൂറീസ് സിഗ്നിഫൈയിങ് നത്തിങ് എന്നാണ് അല്ലേ. ജീവിതത്തെ ഒരു വിഡ്ഢി പറഞ്ഞ അസംബന്ധ കഥകളാണ്. നാളെ 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 എന്ന് ആ മെഴുകു തിരുനാളം പൊലിയുന്നതും കാത്തിരിക്കുന്നവർ എന്നാണ് ലേഡി മാക്ബത്ത് മറിച്ച് മാക്ബത്തിനോടും പറഞ്ഞത്. ഇത്രയുള്ളൂ. പൂന്താനം അതിനെ പറഞ്ഞത് വേറെ അധികം അങ്ങനെ അദ്ദേഹം ഒന്നും നീട്ടിയില്ല. എന്നാൽ കുംഭമാസത്തിലാകുന്നു നമ്മുടെ ജന്മനക്ഷത്രം അശ്വതി നാളെന്നും ഉണ്ണിയുണ്ടായി വേൾപ്പിച്ചതിനൊരു ഉണ്ണിയുണ്ടായി കണ്ടാവു ഞാനെന്നും കോണിക്കൽ തന്നെ വന്ന നിലവിനി കാണമന്യനെടുപ്പിക്കരുതെന്നും ഇതമോരോന്നും ചിന്തിച്ചിരിക്കവേ ചത്തുപോകുന്നു പാവം ശിവശിവ. ഒപ്പം കൂട്ടിച്ചേർക്കേണ്ട നീർപ്പോള പോലെയുള്ള ഒരു ദേഹത്തിൽ വീർപ്പ് മാത്രമായുണ്ടിങ്ങനെ കാണുന്നു ഓർത്തെഴിയാതെ പാടുപെടും നേരം നേർത്തു പോകും അതെന്നേ പറയാവൂ എന്ന്. അങ്ങനെ ഓർത്തെരിയാതെ പാടുപെടും നേരം നേർത്തു പോകുന്ന ജീവിതമാണ് ഈ മർത്യജീവിതം. ഈ മർത്യജീവിതത്തിൽ അമരത്വം നേടണമെങ്കിൽ നമ്മൾ അടയാളപ്പെടുത്തിക്കൊണ്ട് കടന്നു പോകണം. അങ്ങനെ മലയാള സിനിമാ ലോകത്തിലെ മലയാള സാംസ്കാരിക രംഗത്ത് അടയാളപ്പെടുത്തിക്കൊണ്ട് കടന്നുപോയ കഥാപാത്രങ്ങൾ, കടന്നുപോയ നടന്മാരാണ് പ്രേം നസീർ എന്നുള്ളത്. അതുകൊണ്ട് അദ്ദേഹം മലയാളത്തിൻ്റെ ഏതെല്ലാം ജീവിതാവസ്ഥകളെയും അടയാളപ്പെടുത്തിയത് കൊണ്ടാണ് അദ്ദേഹത്തെ നമ്മൾ നിത്യവസന്തം എന്ന് വിളിച്ചത്, നിത്യഹരിത നായകനെന്ന് വിളിച്ചത് അല്ലേ. നിതാന്തമായ ഓർമ്മകൾ അവശേഷിപ്പിക്കുന്ന അത്രയും കഥാപാത്രങ്ങളിലേക്ക് കടന്നു. പ്രേം നസീർ അവതരിപ്പിച്ച കഥാപാത്രങ്ങളുമൊക്കെ നമുക്കറിയാം. ഓർമ്മിക്കാനപ്പം നമ്മളൊക്കെ ചിന്തിക്കുന്നുണ്ടാവും, അപ്പോൾ മലയാള സിനിമയിൽ പ്രേം നസീർ മാത്രമാണോ ഓർമ്മിക്കത്തക്ക കഥാപാത്രം അല്ലെങ്കിൽ സിനിമാ നടനായിട്ടുള്ളത്? അല്ല, പ്രേം നസീർ മലയാള സിനിമ കണ്ടതിൽ വെച്ച് ഏറ്റവും മഹാനായ ഒരു നടനല്ല അല്ലേ. പ്രേം നസീറിനേക്കാൾ മികച്ച നടന്മാർ പ്രേം നസീറിന് മുൻപും ഉണ്ടായിട്ടുണ്ട്, പ്രേം നസീറിന് ശേഷവും ഉണ്ടായിട്ടുണ്ട്. മലയാള സിനിമ ഒരു നദിയാണെങ്കിൽ അതങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഒരു കാലത്ത് ആ ഒഴുക്കിൽ ചിറകെട്ടി നിർത്തിയ മഹാനായ അതുല്യനായ പ്രതിഭയാണ് പ്രേം നസീർ എന്ന് പറയുന്നത്. പ്രേം നസീർ അതുകൊണ്ടാണ് അടയാളപ്പെടുത്തി പോയത്. നടനായത് കൊണ്ട് മാത്രമല്ല പ്രേം നസീർ അടയാളപ്പെടുത്തി കടന്നു പോകുന്നത്, പകരം അഭിനയത്തിനപ്പുറം ജീവിതത്തിൽ അഭിനയിക്കാൻ അറിയില്ല എന്നുള്ളത് കൊണ്ടുകൂടിയാണ് പ്രേം നസീർ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളായി പോകുന്നത്. നേരത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ, അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ, ക്യാമറകളുടെ ഇത്രയും സൗകുമാര്യങ്ങളും സൗന്ദര്യങ്ങളും ശാസ്ത്ര സാങ്കേതിക വിദ്യകളും ഒന്നും കടന്നു വരാത്തൊരു കാലത്ത്, പകരക്കാരില്ലാതെ അഭിനയിക്കാൻ ഡ്യൂപ്പുകളില്ലാത്ത ഒരു കാലത്ത്, ഇത്ര കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഒന്നുമില്ലാത്ത കാലത്ത് അമരന്മാരായ കഥാപാത്രങ്ങളെ അദ്ദേഹം സൃഷ്ടിച്ചു. അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളെ, തൻ്റെ പരിമിതികളെയൊക്കെ അദ്ദേഹം നന്നായി മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ്. ഈ അടുത്ത് ഞാൻ അദ്ദേഹത്തെ പറ്റി വായിച്ചൊരു ലേഖനത്തിലും അന്നത്തെ വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ഈ സിനിമയിൽ ഗാനങ്ങൾ വരുമ്പോൾ ഈ ഗാനങ്ങളൊക്കെ നായകനും നായികയും പാടണം. ഇപ്പോൾ ആ നായകനും നായികയും പാടുപെടുന്ന കാരണം ഇപ്പോഴത്തെ നായകനും നായികയ്ക്കും പ്രണയം മുളച്ചാൽ
ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലത്തേക്ക് അവരെത്തും, അല്ലേ? അവർക്ക് ചുറ്റും കുറേ ആളുകൾ നാനാവിധ വേഷങ്ങൾ ധരിച്ച് നൃത്തം ചെയ്യുകയും ചെയ്യും. ആ സുന്ദരന്മാരുടെയും സുന്ദരികളുടെയും പിന്നാലെ നമ്മുടെ കണ്ണുകൾ ചുറ്റി സഞ്ചരിക്കുമ്പോൾ നമ്മൾ നായകനെയോ നായികയെയോ കാണില്ല. പ്രേം നസീറിന് ചില വാക്കുകൾ ഉച്ചരിക്കാൻ ചില പ്രയാസങ്ങൾ നേരിട്ടിരുന്നത്രേ. പ്രത്യേകിച്ച് നമുക്കറിയാം, യേശുദാസ് ഉച്ചാരണത്തിൽ യേശുദാസിന് പകരം വയ്ക്കാവുന്ന ഒരാൾ നമുക്കിപ്പോഴും മലയാള ഗാനശാഖയിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ യേശുദാസിൻ്റെ ഉച്ചാരണത്തിനനുസരിച്ച് തൻ്റെ ചുണ്ടുകൾ അനക്കാൻ വയ്യാതാവുമ്പോൾ അദ്ദേഹം നായികയ്ക്ക് ഒരു പൂ ചൂണ്ടിക്കുകയോ നായികയുടെ മുടിയിലൊന്ന് മുഖമമർത്തുകയോ അല്ലെങ്കിൽ നായികയുടെ കഴുത്തിൻ്റെ പിന്നിലേക്ക് തൻ്റെ മുഖം മാറ്റുകയോ ചെയ്യുമായിരുന്നു എന്നാണ്. തൻ്റെ പരിമിതികളെപ്പറ്റി ഏറ്റവും നന്നായി മനസ്സിലാക്കുന്നവനാണ് ഏറ്റവും നല്ല മനുഷ്യൻ എന്നാണ് പറയുന്നത്, അല്ലേ? നമുക്ക് നമ്മുടെ ശക്തി മനസ്സിലാക്കണം, ദൗർബല്യങ്ങളും മനസ്സിലാക്കണം. സിനിമയ്ക്ക് വെളിയിലുള്ള പ്രേം നസീർ ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യനായിരുന്നു. പ്രേം നസീർ എന്തുകൊണ്ടാണ് ചിരസ്ഥനീയനായിരിക്കുന്നത്, അദ്ദേഹം എന്തുകൊണ്ടാണ് ചിരസ്ഥായിയായ പ്രതിഷ്ഠ നേടിയിരിക്കുന്നത് എന്നുള്ളത് അദ്ദേഹം അവതരിപ്പിച്ച പരശതം കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹം 525ഓളം മലയാള സിനിമകളിൽ അദ്ദേഹം നായകനായിട്ടുണ്ട്, അല്ലേ? മരുമകൾ എന്ന സിനിമയിലൂടെ അബ്ദുൽ ഖാദറായിട്ട് വരികയും വിശപ്പിൻ്റെ വെളിയിലൂടെ പ്രേം നസീറായിട്ട് പേര് മാറുകയും ചെയ്തെങ്കിലും അദ്ദേഹം അനശ്വരതയിലേക്ക് എത്രയേറ്റ അവസാനമായിട്ടുള്ള കഥകൾ മലയാള സിനിമയുടെ എല്ലാ ചരിത്രങ്ങളുടെയും ഭാഗമായി എന്നുള്ളതാണ് പ്രേം നസീർ ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗ്യം. മലയാളം കണ്ടം വെച്ച കോട്ടാണ് ആദ്യത്തെ കളർ സിനിമ എന്ന് നമുക്കറിയാം, അല്ലേ? അതിൽ നിന്ന് പൂർണ്ണമായി തിരശ്ശീലയിലേക്ക് മാറിയിട്ടുള്ള സിനിമാസ്കോപ്പായിട്ടുള്ള ആദ്യത്തെ സിനിമ തച്ചോളി അമ്പുവാണ്. തച്ചോളി അമ്പുവിലെ പ്രധാനപ്പെട്ട കഥാപാത്രമായിട്ടും പ്രേം നസീറാണ് വന്നത്. ഏറ്റവും അദ്ദേഹത്തിൻ്റെതായിട്ട് അവസാനമായിട്ട് വന്നത് പടയോട്ടം എന്നുള്ള സിനിമയാണ്, 70mm സിനിമ, അല്ലേ? അതിലും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, തൻ്റെ മുദ്രകൾ പതിപ്പിച്ച് കടന്നുകൊണ്ട് ചേട്ടൻ നന്നായിട്ട് പ്രേം നസീറിന് നന്നായി മനസ്സിലാക്കിയിട്ടുള്ള ആളാണ് അദ്ദേഹം. അതിൻ്റെ സന്തോഷമുണ്ട്. അപ്പോൾ പ്രേം നസീർ അങ്ങനെയാണ് മലയാള സിനിമയെ അടയാളപ്പെടുത്തി കടന്നു പോയിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല, പ്രേം നസീറിനെ പറ്റിയിട്ടുള്ള ഈ അടുത്ത് ഞാൻ സത്യൻ അന്തിക്കാടിൻ്റെ ഒരു ലേഖനം കൂടെ വായിച്ചു. അദ്ദേഹം ഈ അനുസ്മരണവുമായിട്ട് അദ്ദേഹം എഴുതിയിട്ടുള്ളത് പ്രേം നസീർ ചരമവാർഷികത്തിന് അദ്ദേഹം എഴുതിയതിലുണ്ട്. സത്യൻ അന്തിക്കാടിൻ്റെ ഒരു സിനിമ അദ്ദേഹം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പരിമിതമായ സമയങ്ങളാണ്. സത്യൻ അന്തിക്കാട് ഒരു തുടക്കക്കാരനായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഷൂട്ടിങ് രാത്രി 1 മണിക്കൂർ കൂടി സമയം കിട്ടാൻ പ്രേം നസീറിനോട് അഭ്യർത്ഥിച്ചു. പ്രേം നസീർ അന്ന് സൂപ്പർ സ്റ്റാറായിട്ട് കത്തി നിൽക്കുന്ന കാലത്ത് പ്രേം നസീർ അദ്ദേഹത്തിന് അനുവാദം കൊടുത്തു. പക്ഷേ നിർഭാഗ്യവശാൽ ഷൂട്ടിങ് വൈകി രാത്രി 2 മണി വരെ. നേരത്തെ പറഞ്ഞ പോലെ ഈ ക്യാമറയും പകലിനെ രാത്രിയും രാത്രിയെ പകലെന്നുമാക്കാനുള്ള ക്യാമറ വിസ്മയങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് സത്യൻ അന്തിക്കാട് ആ പാതിരാമയക്കത്തിൽ അദ്ദേഹത്തോടൊരു അഭ്യർത്ഥന നടത്തി, കഴിയുമെങ്കിൽ നാളെ രാവിലെ ഒന്ന് വരണം, എന്നാലേ നമ്മൾ ഉദ്ദേശിച്ച പോലെ പടത്തിൻ്റെ ഷൂട്ടിംഗ് അവസാനിക്കും. കഴിയുമെങ്കിൽ ഒരു 7 മണിക്ക് എത്തുമോ എന്ന് ചോദിച്ചു. പ്രേം നസീർ തിരിച്ചു ചോദിച്ചു, ഞാൻ വരാം, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലേ? ഇല്ല, ഞങ്ങൾ എത്തിക്കൊള്ളാം എന്ന് പറഞ്ഞു. പക്ഷേ ഷൂട്ടിങ്ങിൻ്റെ തളർച്ചയിലാണോ എന്താണെന്ന് അറിയില്ല, സത്യൻ അന്തിക്കാടും പരിവാരങ്ങളും കിടന്നുറങ്ങിപ്പോയി എന്നും അവരെത്തിയപ്പോൾ 8 മണിയായി എന്നാണ് പറയുന്നത്. പക്ഷേ പ്രേം നസീർ 6:55 തന്നെ സെറ്റിലെത്തിയിരുന്നെന്നും പത്രം വായിച്ചിട്ടിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സമയനിഷ്ഠയിലും നിഷ്കർഷയിലും അഭിനയത്തിനു വേണ്ടി ആത്മാർപ്പണം ചെയ്യുന്നതിലും അദ്ദേഹം അങ്ങേയറ്റത്തെ ആത്മാർത്ഥത അദ്ദേഹം പുലർത്തിയിട്ടുണ്ടായിരുന്നു. സിനിമയ്ക്ക് വെളിയിൽ അദ്ദേഹം ഇല്ല. ഇന്ന് നമ്മൾ ഈ പ്രേം നസീറിനെ വെറുതെ നമ്മളങ്ങനെ വായിക്കരുത്, ഇന്നത്തെ കാലാവസ്ഥയുമായിട്ട് കൂട്ടി വായിക്കണം. ഇത് നിങ്ങൾ ഏതെങ്കിലും ഒരു സിനിമാ നടൻ ഉദ്ദേശിച്ച സമയത്ത് വരില്ല, അല്ലേ? അവരവരുടെ സ്വന്തം കാറിൽ സിനിമ ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് എത്തുന്ന എത്ര പ്രധാന നായകന്മാർ വേണ്ട, ഉപനായകന്മാരോ അവരുടെ സഹായികളോ ഉണ്ടോ? ഇല്ല. സിനിമാ സംസ്കാരം മാറി. അങ്ങനെ ആത്മാർത്ഥതയിൽ നിന്ന് അവരൊക്കെ കാരവാൻ സംസ്കാരത്തിലേക്ക് മാറി, അല്ലേ? ഈ കാരവാൻ എന്നുള്ളത് ഒരു അധമ സംസ്കാരമായി മാറി എന്നുള്ളത് നമ്മൾ അടുത്ത് കണ്ടു. കാരവാനിൽ വെച്ച്
അറിയപ്പെടുന്നൊരു സംവിധായകൻ അപമര്യാദയായിട്ട് പെരുമാറുകയും അദ്ദേഹം ഇപ്പോൾ കാരാഗ്രഹസ്ഥനാവുകയും ചെയ്തു എന്നാണ് വാർത്ത കാണുന്നത്. അപ്പോൾ ഈ കാരവൻ സംസ്കാരത്തിൽ നിന്ന് കാരാഗ്രഹ സംസ്കാരത്തിലേക്കുള്ള ഒരു യാത്ര മലയാള സിനിമ നടത്തുമ്പോഴാണ് വിരൽത്തുമ്പ് വരെ മാന്യനായിരിക്കുന്ന പ്രേം നസീറിനെ പറ്റി നമ്മൾ ഓർക്കുന്നത്. ഞാനീ നേരത്തെ തന്നെ പറഞ്ഞു, വിരൽത്തുമ്പ് വരെ മാന്യനായ പ്രേം നസീർ എന്ന്. പ്രേം നസീർ അടയാളപ്പെടുത്തി കടന്നുപോയ ഒന്ന്, അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു ലോക റെക്കോർഡ് എന്നുള്ളത് തന്നെ ഏറ്റവും അധികം നായികമാരോടൊപ്പം അദ്ദേഹം അഭിനയിച്ചു എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ ഒരേ നായികയോടൊപ്പം ഏറ്റവും അധികം സിനിമകളിൽ അഭിനയിച്ചു എന്നുള്ളതുമാണ്, അല്ലേ? അദ്ദേഹം ഷീല എന്നുള്ള നടിയോടൊപ്പം 130ഓളം സിനിമകൾ, അതിൽ 100ഓളം സിനിമകളിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയോ കാമുകിയോ ആയിരുന്നെന്നും ബാക്കി സിനിമകളിലൊക്കെ നായികയായിരുന്നു എന്നാണ് പറയുന്നത്. 100-ലേറെ നായികമാർ അദ്ദേഹവുമായിട്ട് അഭ്രപാളികളിൽ എല്ലാം മറന്ന് ഉല്ലസിക്കുകയും അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു സിനിമാ നടി പോലും നസീറിനെ പറ്റി മറുത്തൊരു വാക്ക് പറഞ്ഞിട്ടില്ല. സെറ്റുകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ സ്നേഹവാത്സല്യങ്ങൾ ഒരു പങ്കിടാണ്. ഞാനീ പറയുന്ന ഇതേ ദിവസവും ഇന്ന് വർത്തമാന മലയാള സിനിമയിൽ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സിനിമാ നടി, അല്ലേ, നീതിക്ക് വേണ്ടി സുപ്രീം കോടതിയുടെ മുമ്പിൽ കാത്തു നിൽക്കുക. അപ്പം നമ്മൾക്ക് ആരാണ് നീതിമാനായ നടൻ നടി എന്നറിയില്ല. നമ്മളിപ്പോൾ നമ്മളുടെ കൂട്ടത്തിൽ ഈ സിനിമാ രംഗത്തിലുള്ളവർ തന്നെ ആരാണ് ഇരയോടൊപ്പമുള്ളത്, ആരാണ് വേട്ടക്കാരോടൊപ്പം ഉള്ളതെന്നറിയില്ല. അവർ ഇരയോടൊപ്പം എന്ന് തോന്നിപ്പിക്കുകയും വേട്ടക്കാരനോടൊപ്പം നടക്കുകയും ചെയ്യും. ഓടുന്നൊരു കാറിൽ സ്വന്തം മാനത്തിന് വേണ്ടി ഒരു പെൺകുട്ടി നിലവിളിക്കുമ്പോൾ, അവൾ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ അവൾക്ക് വേണ്ടി ശബ്ദമുയർത്താൻ ആരുമില്ല. പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ട് പ്രഭാഷണങ്ങൾ നടത്താൻ ഇഷ്ടം പോലെ ആളുകളുണ്ട്. ജഡ്ജി അമ്മാവൻ കോവിലിൽ പോയിട്ട് തുലാഭാരം നടത്താൻ ആൾക്കാരുണ്ട്. അമ്പലങ്ങളിലൊക്കെ ആകാവുന്നത്ര വഴിപാടുകൾ നേരുണ്ട്. കോടതി വെറുതെ വിടുമ്പോഴൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പടക്കം പൊട്ടിക്കുകയും കൈകാണിട്ട് അവൾക്കൊപ്പം എന്ന് പറഞ്ഞവരെയൊക്കെ അപമാനിച്ചു വിടണ്ടേ. ഞങ്ങളൊക്കെ ഏട്ടനോടൊപ്പമാണെന്നാണ് പറയുന്നത്. കാരണം എന്താണ്? ഏട്ടൻ ഒരു പക്ഷത്തിൻ്റെ പക്ഷപാതിയാണ്. നസീർ ഒരു പക്ഷത്തേ ഉണ്ടായിരുന്നുള്ളൂ, അത് അഭിനയത്തിൻ്റെ പക്ഷത്തിലും ജനപക്ഷത്തിലുമാണ്. അഭിനയിക്കുന്നവർ, കൂടെ ഉണ്ടായിരുന്നവരൊക്കെ സഹപ്രവർത്തകരും തന്നെ പോലെ തന്നെ വേദനകളും വേർപാടുകളും വിഷമങ്ങളും ഉള്ളവരുമാണെന്നും അവരെ തങ്ങളെ കൊണ്ട് കഴിയുന്ന വിധത്തിലൊക്കെ സഹായിക്കണമെന്ന് പറഞ്ഞു. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതുപോലെ ഈ നസീർ ഷീല ജോഡികൾ, അല്ലേ, മലയാള സിനിമയിലെ ഏറ്റവും ഭാഗ്യം ചെയ്ത താരജോഡികളാണ്. അവരിപ്പോൾ എങ്ങനെയാണ് വിശേഷിപ്പിക്കുക എന്ന് ചോദിച്ചാൽ, അതിനുള്ള ഒരു ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു വാക്കായിട്ട് എനിക്ക് തോന്നുന്നത് നളചരിത മാട്ടക്കഥയിൽ, നമ്മൾ കേട്ടിട്ടുണ്ടാവും നളചരിത മാട്ടക്കഥ. ഈ നളചരിത മാട്ടക്കഥയിൽ ദമയന്തിയുടെ മനസ്സറിയാനായിട്ട് ഹംസം നളൻ്റെ ദൂതുമായിട്ട് വരുന്നുണ്ട്. അങ്ങനെ നളനെ പറ്റിയിട്ടൊക്കെ വർണ്ണിച്ച് ദമയന്തിക്ക് നളനോട് പ്രണയം കയറിയിട്ട് അവസാനം ദമയന്തി നളനോട് ചോദിക്കണ്ടേ, അല്ലയോ ഹംസമേ, ഞാനീ നളനെ പ്രണയിച്ചാൽ, നളനെ വിവാഹം കഴിച്ച, അഥവാ നളൻ എന്നെ വിവാഹം കഴിച്ചാൽ ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും ചേർച്ചയുണ്ടാവുമോ, ആരെങ്കിലും കണ്ടാൽ എന്തെങ്കിലും പറയൂ എന്ന്. അതിന് ഹംസം കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട്. കമനി, രത്നകനകങ്ങളുടെ ഘടനയെ നിങ്ങളുടെ